ഈ റോസാപ്പൂ എന്ന് പറയുമ്പോൾ നല്ല പനിനീർ റോസയല്ല, പക്ഷേ അതിനെക്കാട്ടിലും ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഫ്ലവറാണ്. നിറയെ അടുക്കായിട്ടുള്ള പെറ്റൽസാണ് അതിനുള്ളത്. നല്ല മണമാണ്. എവിടെ നിന്നിരുന്നാലും നമുക്ക് അതിൻ്റെ മണം ആസ്വദിക്കാൻ പറ്റും. അത്രയേറെ മണമുള്ളൊരു റോസ് പ്ലാന്റാണിത്. ഇതിന് പൂക്കളൊന്നും അത്രയും കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇത് ഒരു വൈറ്റ് ഫ്ലവറാണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് തന്നെയാണ്. മറ്റതും കോമൺ തന്നെയാണ് എങ്കിൽ കൂടി ഇതും ധാരാളമായിട്ട് കണ്ടുവരുന്ന ഫ്ലവറാണ്, റോസാണ്. ഇതിലൊത്തിരി പൂക്കൾ നിറയെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റോസ് പ്ലാന്റിനെ നമ്മൾ വളർത്തുമ്പോൾ എക്സ്ട്രാ കെയർ അതിന് കൊടുത്തിരിക്കണം. കാരണം ഡെയിലി അതിന് കെയർ ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് ഓർക്കിഡ് റോസ്. ഇപ്പോൾ കോമൺ തന്നെയാണ് ഈ പ്ലാന്റ്, എല്ലാ വീടുകളിലും ഉണ്ട് എന്ന് എനിക്കറിയാം. നല്ല ഭംഗിയാണ്. കുഞ്ഞു ഫ്ലവേഴ്സാണ്. ലൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലൊക്കെ ബഞ്ചായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വന്ന് നിറയെ പൂത്തിരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇത് ഓറഞ്ച് റോസാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് പ്ലാന്റ്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ഗാർഡൻ സങ്കല്പിക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് റോസ് പ്ലാന്റ്സ് വീണ്ടും നമ്മൾ അറിയാതെ വാങ്ങുന്നത്. അതിനെ കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കൂടുതൽ നാൾ സർവൈവ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അറിയാതെ വാങ്ങിപ്പോവും. കാരണം ക്യൂൻ ഓഫ് ഫ്ലവേഴ്സാണ് റോസ് ഫ്ലവേഴ്സ്. അതുകൊണ്ട് തന്നെ റോസാപ്പൂക്കളെ മാറ്റി നിർത്തി ഒരു ഗാർഡൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം ഞാൻ ഈ റോസുകളുടെ ഡീറ്റെയിൽസ് 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിന് വരുന്ന രോഗങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ക്ലിയറായിട്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.